രാജസ്ഥാനിലെ ബർധാൽ എന്ന ജില്ലയിലെ സാരായ് എന്ന ഗ്രാമത്തിൽ ഒരു 5 വയസ്സുകാരനെ കാണാതാവുന്നു. സാരായ് സ്വദേശി ബിന്ദു എന്നയാളുടെ മകനെയാണ് കാണാതായത്. കുട്ടിയെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ മുണ്ടവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പിന്നീട് പോലീസിന്റെയും കുട്ടിയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആ ഗ്രാമത്തിലും കുട്ടിയുടെ വീടിന്റെ സമീപത്തിലും അന്വേഷണം ആരംഭിക്കുന്നു. ഏകദേശം വൈകുന്നേരത്തോടെ ആ ഗ്രാമത്തിലെ തന്നെ ആൾതാമസമില്ലാത്ത ഒരു പഴയ കെട്ടിടത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നു. വൈക്കോലുകളും തടിക്കഷ്ണങ്ങളും ഒക്കെ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ആ 5 വയസ്സുകാരന്റെ മൃതദേഹം. കുട്ടിയുടെ തൊണ്ട എന്തോ ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പിളർന്ന രീതിയിലായിരുന്നു. ദേഹമാസകലം സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ച പാടുകളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ചോദ്യം ചെയ്യലിന് അവസാനം ഈ ക്രൂരമായ കൊലപാതകം ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ, കുട്ടിയുടെ സ്വന്തം അമ്മാവനായ മനോജ് കുമാർ ആണെന്ന് തെളിയുന്നു. വെറും 5 വയസ്സ് മാത്രമുള്ള ആ ചെറിയ കുഞ്ഞിനോട് എന്തിനാണ് ഇത്രയും ക്രൂരത ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് മനോജ് കുമാർ നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. എനിക്ക് എന്റെ പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു മന്ത്രവാദിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അതിനൊരു പൂജ ആവശ്യമായിരുന്നു. ആ പൂജയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവനെ കൊന്നത്. അതെ, ആ 5 വയസ്സുകാരന്റെ മരണം ഒരു നരബലിയായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത 2 പേർ കാരണം ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനായിരുന്നു. 2025 ജൂലൈ 19 രാജസ്ഥാനിൽ നടന്ന ഈ 5 വയസ്സുകാരന്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ കേസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ട്രൂത്ത് ആൻഡ് ടെയിൽസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 19 രാജസ്ഥാനിലെ സരായ് എന്ന ഗ്രാമത്തിൽ വീടിനു മുൻപിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരൻ ലോകേഷിനെ കാണാതായി. സാരായ് സ്വദേശിയായ ബിന്ദു എന്നയാളുടെ മകനായിരുന്നു ലോകേഷ്. രാജസ്ഥാനിലെ ഖൈർതാൽ എന്ന ജില്ലയിലെ മുണ്ടവാർ എന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഗ്രാമമായിരുന്നു സരായ്. കുട്ടിയെ കാണാനില്ല എന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഉടൻ തന്നെ മുണ്ടവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഒട്ടും തന്നെ സമയം കളയാതെ പോലീസും കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സരായ് ഗ്രാമത്തിലും ഈ കുട്ടിയുടെ വീടിന്റെ സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ ആരംഭിക്കുന്നു. കുട്ടിക്കായുള്ള തിരച്ചിൽ അന്ന് വൈകുന്നേരം വരെ തുടർന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല. അവസാനം ആ ഗ്രാമത്തിലെ തന്നെ ആൾതാമസമില്ലാത്ത ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം പോലീസിന്റെ കണ്ണിൽപ്പെടുന്നു. ആ കെട്ടിടത്തിനടുത്തേക്ക് ചെന്ന പോലീസ് ആ കെട്ടിടവും പരിസരങ്ങളും പരിശോധിക്കുന്നു. അപ്പോഴാണ് കുറെ തടിക്കഷ്ണങ്ങളും കുറെ വൈക്കോൽ കെട്ടുകളും ആ വീടിന്റെ ഒരു മൂലയിൽ വളരെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ വളരെ വേഗത്തിൽ തന്നെ ആ വൈക്കോൽ കെട്ടുകളും തടിക്കഷ്ണങ്ങളും മാറ്റി പരിശോധിക്കാൻ തുടങ്ങി. അതിനടിയിൽ കണ്ട കാഴ്ചയിൽ എല്ലാവരും മരവിച്ചുപോയി. ആ 5 വയസ്സുകാരനെ അവർക്ക് കിട്ടിയിരിക്കുന്നു, ജീവനില്ലാതെ. അതും വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു ആ കുഞ്ഞിന്റെ. മൃതദേഹം കണ്ടെത്തിയപ്പോൾ ആ കുട്ടിയുടെ തൊണ്ട ഏതോ ഒരു മാരകമായ ആയുധം ഉപയോഗിച്ച് പിളർന്ന രീതിയിലായിരുന്നു. ദേഹമാസകലം സിറിഞ്ച് ഉപയോഗിച്ച് രക്തമെടുത്തതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിനായി കൊലയാളി ഉപയോഗിച്ച സിറിഞ്ചുകളും ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് തന്നെ ലഭിച്ചു. പിന്നീട് പോലീസ് കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും എല്ലാം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആ കൂടെ തന്നെ ഈ കെട്ടിടത്തിലേക്കുള്ള എല്ലാ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുവാനും ആരംഭിച്ചു. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പോലീസിന്റെ സംശയം കുട്ടിയുടെ സ്വന്തം അമ്മാവനായ മനോജ് കുമാറിലേക്ക് എത്തുന്നു. പോലീസിന്റെ പല ചോദ്യങ്ങൾക്കും മനോജ് കുമാർ നൽകിയ മറുപടികൾ പരസ്പര വിരുദ്ധമായിരുന്നു. അതുമാത്രമല്ല, മനോജ് കുമാറിന്റെ മുഖത്തെ ഭാവവ്യത്യാസവും പരിഭ്രമവും പോലീസ് നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ കുട്ടിയുടെ അമ്മയുടെ സ്വന്തം സഹോദരനായ മനോജ് കുമാർ തന്നെയാണ് കുട്ടിയെ കൊന്നത് എന്ന് സമ്മതിക്കുന്നു. പിന്നീട് ജൂലൈ 19 ശനിയാഴ്ച ഇയാൾ കുട്ടിയുമായി ആ പഴയ കെട്ടിടത്തിലേക്ക് പോകുന്ന CCTV ദൃശ്യവും അതേ ദിവസം കൂടുതൽ സമയം അയാൾ ആ കെട്ടിടവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. കൂടാതെ കുട്ടിയുടെ മൃതദേഹം കിടന്ന സ്ഥലത്തു നിന്നും ലഭിച്ച സിറിഞ്ചും ഇയാൾക്കെതിരെയുള്ള ഒരു തെളിവായി പോലീസ് കണ്ടെടുത്തു. എന്തിനാണ് ഇത്രയും ക്രൂരമായ നീചമായ ഒരു കൊലപാതകം ചെയ്തത്, അതും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എന്ന ചോദ്യത്തിന് മനോജ് കുമാർ നൽകിയ മറുപടിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. മനോജിന്റെ ദാമ്പത്യം അത്ര നല്ല രീതിയിലായിരുന്നില്ല. ഭാര്യയുമായി അത്ര നല്ല ചേർച്ചയിലുമായിരുന്നില്ല. കുറച്ചു നാളുകളായി ഭാര്യ ഇയാളുടെ കൂടെയില്ല. മനോജ് കുമാറുമായി വഴക്കിട്ട് അവർ അവരുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മനോജിന്റെ ഭാര്യയെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണമായിരുന്നു. തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് തന്റെ ഭാര്യയെ തിരിച്ചു വിളിക്കുന്നതിന് പകരം അയാൾ നേരെ പോയത് ഒരു ദുർമന്ത്രവാദിയുടെ അടുത്തേക്കായിരുന്നു. സുനിൽ കുമാർ എന്നായിരുന്നു ആ ദുർമന്ത്രവാദിയുടെ പേര്. പ്രശ്ന പരിഹാരങ്ങൾക്ക് ദുർമന്ത്രവാദങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു അയാൾ. മനോജ് കുമാർ അയാളോട് കാര്യങ്ങൾ പറയുന്നു. തന്റെ ഭാര്യ തന്റെ കൂടെ ഇല്ലെന്നും എത്രയും പെട്ടെന്ന് ഭാര്യ തന്നെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും
എന്തു വേണമെങ്കിലും ചെയ്യാമെന്നും സുനിൽകുമാറിനോട് ഇയാൾ പറയുന്നു. ഇതിനായി ഒരു പൂജ ചെയ്താൽ മതിയെന്നും അതിനായി 12,000 രൂപയുടെ ആവശ്യമുണ്ടെന്നും സുനിൽകുമാർ മനോജിനോട് പറയുന്നു. മനോജ് കുമാർ പൂജ നടത്താൻ സമ്മതിക്കുന്നു. അപ്പോഴാണ് ദുർമന്ത്രവാദി പറയുന്നത് പെട്ടെന്നുള്ള ഫലത്തിനായി ഒരു കുട്ടിയുടെ രക്തവും കരളും ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ രക്തവും കരളും ഈ പൂജയ്ക്ക് വേണ്ടി താൻ കൊണ്ടുവരണമെന്ന്. ആദ്യം ഒന്ന് പതറിയെങ്കിലും ഭാര്യ തിരിച്ചു വരുന്നതിന് വേണ്ടി അയാൾ അത് സമ്മതിക്കുന്നു. മന്ത്രവാദിയായ സുനിൽകുമാർ പറഞ്ഞ 12,000 രൂപയും അയാളെ ഏൽപ്പിച്ച് ഒരു കുട്ടിക്കായി അന്വേഷിച്ചിറങ്ങുന്നു. അപ്പോഴാണ് തന്റെ സ്വന്തം പെങ്ങളുടെ കുട്ടിയായ ലോകേഷിനെ പറ്റി ഇയാൾ ആലോചിക്കുന്നത്. അങ്ങനെ ഇയാൾ ഈ ക്രൂരതയ്ക്ക് ആ 5 വയസ്സുകാരനെ തിരഞ്ഞെടുക്കുന്നു. ലോകേഷ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യം നടക്കുമെന്ന് അയാൾ ചിന്തിച്ചു. കാരണം ലോകേഷ് തന്റെ സ്വന്തം പെങ്ങളുടെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ എടുത്തുകൊണ്ടു പോകുന്നതോ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും തോന്നില്ല. അങ്ങനെ അയാൾ ഒരു അവസരം കാത്തിരുന്നു. ജൂലൈ 19 ശനിയാഴ്ച തന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ലോകേഷിനോട് മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കുട്ടിയെ ആ പഴയ കെട്ടിടത്തിൽ എത്തിക്കുന്നു. പിന്നീട് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുന്നു. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും സിറിഞ്ച് ഉപയോഗിച്ച് രക്തം ശേഖരിക്കുന്നു. ഇത്രയും ഒരു മനസാക്ഷിയുമില്ലാതെ വളരെ വിദഗ്ധമായി ചെയ്ത മനോജ് കുമാറിന് മന്ത്രവാദി പറഞ്ഞ കരൾ മാത്രം എടുക്കാൻ സാധിച്ചില്ല. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലോകേഷിനെ കാണാനില്ല എന്ന വാർത്ത ആ ഗ്രാമം മുഴുവൻ പടർന്നിരുന്നു. ഇനിയും ഇവിടെ തുടരുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ മനോജ് കുമാർ കുട്ടിയുടെ മൃതദേഹം അവിടെ ഉപേക്ഷിക്കുന്നു. പഴയ കുറച്ച് തടിക്കഷ്ണങ്ങളും വൈക്കോൽ കെട്ടുകളും കൊണ്ട് ആ മൃതദേഹം മറയ്ക്കുന്നു. എന്നിട്ട് വളരെ വേഗം അവിടെ നിന്നും ഇറങ്ങി കുട്ടിയെ അന്വേഷിക്കുന്ന നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പോലീസിനും ഒപ്പം ചേരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും കുട്ടിയെ അന്വേഷിക്കുന്നവരുടെ കൂടെ അന്വേഷിച്ച് നടന്നപ്പോഴും അയാൾ പ്രതീക്ഷിച്ചില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. പിണങ്ങിപ്പോയ തന്റെ ഭാര്യ തിരിച്ചു വരുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു 5 വയസ്സുകാരനെ അയാൾ ബലി കൊടുത്തിരിക്കുന്നു. 2025 നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ബുദ്ധിയും വിവരവും ഇല്ലാത്ത 2 പേരുടെ പ്രവൃത്തി കാരണം ജീവൻ നഷ്ടപ്പെട്ടത് ആ 5 വയസ്സുകാരനാണ്. അതും ഇവിടെ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് സ്വന്തം അമ്മാവനാണ്. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രാജസ്ഥാൻ പോലീസ് മനോജ് കുമാറിനെയും ദുർമന്ത്രവാദിയായ സുനിൽകുമാറിനെയും പിന്നീട് അറസ്റ്റ് ചെയ്തു. നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയായി മാറുമെന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റില്ല. ഇനിയും വിവരം വെച്ചിട്ടില്ലാത്ത ബുദ്ധിശൂന്യമായ ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ടാകും. നമുക്കറിയാമല്ലോ, കേരളത്തിലും നരബലി ഉണ്ടായിട്ടുണ്ട്, അതും 2 സ്ത്രീകളെ. ഇങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷപ്പെടുക. നമ്മുടെ തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെയും ഇവരുടെ വലകളിൽ പെടാതെ നമ്മൾ സംരക്ഷിക്കണം. ഇനിയും ഇതുപോലുള്ള നീചമായ പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.